അന്നൊക്കെ മേളം എന്ന് പറഞ്ഞാൽ പരപരാ വെളുക്കുന്നത് വരെയാ. എന്ന് വെച്ചാൽ വല്യമാവൻ മതി എന്ന് പറയുന്നത് വരെ. പിന്നെ ഇന്നത് വേണം ഇന്നത് വേണ്ട. മേപ്പാട്ടുപുരക്കാരുടെ ഒരു മേളക്കാരും ഇന്നു വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതല്ല അന്തക്കാലം മാമ. 12 മണിക്കുള്ള ബസ് പോയാ പിന്നെ 3:30 മണിക്കേ ഉള്ളൂ. വൈകിട്ട് വേറെ കളി ഏറ്റിട്ടുള്ള. അതാ ഞാൻ പറഞ്ഞ കാശ് മുമ്പേ വാങ്ങിച്ചിട്ട് മതിയെന്ന്. അപ്പോഴാണ് പഴയ തറവാട്ടുകാരാണ്, ആനയാണ്, കുതിരയാണെന്ന്. എന്നിട്ട് എന്ത്? അതെ, ഇവിടെ ഉണ്ട്. 1 മണിക്ക് വിളിച്ചിട്ട് കാണാത്തോണ്ട് പരിഭ്രമിച്ചു അല്ലേ? ചോറ് തിന്നിട്ട് പോയാ മതി എന്ന് കുഞ്ഞേരി പറഞ്ഞു. അതെ, ഇതിലൊരു ഒപ്പ് പലപ്പോഴും പലതവണയായിട്ടാവുമ്പോ ഓർമ്മയിൽ നിക്കില്ലാലോ. പഴയതൊക്കെ അങ്ങോട്ട് കീറി കളഞ്ഞിട്ട് അതും ഇതും ഇതിലും മുമ്പത്തേതും ഇതുവരെയുള്ള പലിശയും കമ്മത്തിന്റെ അധിക പലിശയും ഒക്കെ കൂടി ചേർത്തിട്ട് പുതിയൊരു കണക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്ന് എഴുതി പിടിപ്പിച്ചാ മതില്ലോ. അല്ലേടാ പറയുന്നത്? ആ ആരും അങ്ങനെ തിരക്കിട്ട് പോകുന്നില്ല. ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഭഗവതി വിലാസത്തിൽ എല്ലാവർക്കും ഊണ് പറഞ്ഞിട്ടുണ്ട്. മാതുമ്മാൻ പാസിപ്പിള്ളെ കൂട്ടി ലക്ഷ്മി ടെക്സസ് വരെ പോയി. ആളെണ്ണി എല്ലാവർക്കും ഓരോ മുണ്ട്, കോടിമുണ്ട്, കശവിന്റെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊണും കഴിഞ്ഞ് മുണ്ടും വാങ്ങി കണക്കം നിർത്തിട്ട് പോയാൽ മതി. അതെ, ഞങ്ങളുടെ ബസ് അങ്ങ് പോവും. ബസ് പോയാ കാറിൽ വിടും. മേപ്പാട്ടുപുരക്കാരുടെ തറവാട്ടുത്സവത്തിന് വന്നാൽ ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. പുതിയ പിള്ളേരാണേ എച്ചിത്തരം മാത്രമേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യം എന്താ? കാലത്ത് പച്ചവെള്ളം കൂടി കുടിക്കാണ്ട് ഇറങ്ങിപ്പോയ ആളാ. ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി. പിന്നെന്താ എത്ര വലിയ മലമറിക്കല്? എല്ലാരെയും സന്തോഷമായിട്ട് പിരിച്ചുവിട്ടു. ഇനി ബലാകുളിച്ചാതി എണ്ണ തേച്ച് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് വിസ്തരിച്ചൊരു ഊണും കഴിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ആദ്യം ഊണ് കഴിക്കാം, എന്നിട്ട് മതി കുളിയും തേവാരും ഒക്കെ. ഇവളെന്തേ കാണിക്കുന്നേ? ഉറക്കം വിളിച്ചതിന്റെ ക്ഷീണം കാണൂലേ? എന്നുവെച്ച് എന്നിട്ട് കിടക്ക്. പക്ഷേ വന്നു. എടാ, ചുറ്റുവിളക്കെന്ന് പറഞ്ഞ ചുറ്റും വിളക്കെന്ന. വെളുപ്പാങ്കാലായപ്പോ വടക്കുവശത്തെ പകുതി വിളക്കം കത്തിയില്ല. എണ്ണയില്ലാഞ്ഞിട്ടാ, തിരിയില്ലാഞ്ഞിട്ടാ, കാശ് മുടക്കാഞ്ഞിട്ടാ. എന്റെ അമ്മേ, ആ പിള്ളേരൊക്കെ കുറച്ചു ദിവസമായിട്ട് ഉറക്കളക്കല്ലേ. എല്ലാരും അവിടെ ഇവിടെ മാറിക്കിടന്ന് ഉറങ്ങിപ്പോയി കാണും. 5-6 പാട്ട എണ്ണ മിച്ചം. എന്തായാലും എല്ലാവർക്കും സന്തോഷായി. ആ, അത് ശരിയാ. ഉത്സവം കഴിഞ്ഞ കൊല്ലത്തേക്കാ കേമമായിരുന്നു എല്ലാരും പറഞ്ഞു മോനെ. അത് മതി. ഉത്സവം നന്നാവണമെന്ന് അമ്മ വാശി പിടിച്ചത് എന്തിനാണെന്നറിയോ? അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല. ചുമ്മാ. എന്ന് ആരാ പറഞ്ഞേ? നിന്റെ അച്ഛൻ. 68ാമത്തെ വയസ്സിൽ പക്കപ്പിറന്നാളിന് മൂപ്പരുണ്ടാവില്ല എന്ന് സ്വന്തം ജാതകത്തിൽ എഴുതി വെച്ച ആളാ. വലിച്ചില്ലേ? അപ്പൊ അമ്മയ്ക്ക് എത്ര ആയുസുണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്? അടുത്ത മിഥുനം വരെ 63 തികയ്ക്കൂല എന്നാ അച്ഛൻ പറഞ്ഞതാ. അച്ഛട്ടാ. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മോന്റെയും മോളുടെയും മരുമോളുടെയും കൂടെ ഒരു 19 കൊല്ലം കൂടെ ജീവിച്ചാ കൊള്ളാമെന്ന് എന്റെ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ അമ്മേ? എനിക്കൊരു ഒറ്റ ആഗ്രഹേ ഉള്ളൂ. എന്റെ മോനൊരു കുഞ്ഞുണ്ടായി കണ്ടിട്ട്. അതൊക്കെ കണ്ടിട്ടേ അമ്മ പോകൂ. വിളിപ്പുറത്തമ്മ നമ്മുടെ കൂടെ ഇല്ലേ? ഉണ്ട്. അതും കൂടെ കണ്ടിട്ടേ ഞാൻ പോകൂ. തീർച്ചയാ. എന്താ ഈ വഴി? ഞാനാണിപ്പോ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എന്നറിയാലോ. ഇത് സിന്ധു ബി നായർ, മാഗസിൻ എഡിറ്ററാണ്. ഹലോ. ഹലോ.
കോളേജ് മാഗസിൻ ഇത്തവണ വളരെ ഡിഫറെന്റ് ആയിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറെ പരസ്യം ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കോസ്റ്റ് ഒരു പ്രശ്നമാവില്ല. ഇവിടെ പ്രിന്റ് ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നത്. ഹരീഷൻ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ടൊന്ന് സഹകരിക്കണം. യൂണിവേഴ്സിറ്റി തലത്തിൽ ബെസ്റ്റ് മാഗസിന് പ്രത്യേകം കോമ്പറ്റീഷൻ ഉണ്ട്. 1ാം സമ്മാനം വേറെ എവിടെയും പോകാൻ പാടില്ല. മാറ്റർ നേരത്തെ കിട്ടിയാൽ മതി. ലേഔട്ടും ഡിസൈനും ഒക്കെ നമുക്കൊരു പുതിയ പാറ്റേൺ പ്ലാൻ ചെയ്യാം. ആർട്ടിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്നാലും ഹരീഷനും കൂടി അതിന്റെയൊക്കെ ഒരു ചുമതല ഏൽക്കണം. ഹരി ഒറിജിനൽ മാത്രം പോരെ സൺബ്രാൻഡ്? ഗോനൂടെ ബാക്കി സൺബ്രാൻഡ് വേണോ അതോ നോട്ടീസ് പേപ്പറിൽ തന്നെ അടിച്ച്? അടുക്കളപ്പണിയായിരുന്നു അകത്ത്. അല്ല, പ്രിന്റിംഗ് ആയിരുന്നു. ഗോനൂടെ 3 ചായ. പൊന്നമ്മേ, ആ പുഷ്കരനോട്ട് ചായ വാങ്ങിപ്പിക്ക്. 4 എണ്ണം. 3 എണ്ണം ഇവിടെയും 1 എനിക്കും പറഞ്ഞിട്ടുണ്ട്. ചായ ഒന്നും വേണ്ട. എന്നാ പിന്നെ വേണ്ട, എനിക്ക് മാത്രം മതി 1 എണ്ണം. മാഗസിന്റെ വർക്ക് തുടങ്ങാൻ 2 മാസത്തെ താമസമുണ്ട്. പക്ഷെ അതിനു മുൻപ് യൂണിയന്റെ ഇക്കൊല്ലത്തെ മൊത്തം ആക്ടിവിറ്റീസും കാണിച്ചുകൊണ്ട് ഒരു ബ്രോഷർ വേണം. ഇതാണ് മാറ്റർ. ഓഫീസ് ബെറേഴ്സിന്റെ ഫോട്ടോസും ഉണ്ട്. വേണ്ട സൈസ് ഫിക്സ് ചെയ്താൽ മതി. വരട്ടെ. See you. അതെ, ഈ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാർ വരുമ്പം അവരുടെ മുമ്പിൽ വെച്ച് ഷൈൻ ചെയ്യരുത്, പറഞ്ഞേക്കാം. അവളെ ചോദിച്ച കേട്ടില്ലേ? എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്ന കരുതിയാ ഞാൻ ഇറങ്ങിയത്. അല്ലേ നമുക്ക് ഇത്തിരി വാല് കൂടുതലാ. ഏയ്, അതൊരു നല്ല കുട്ടിയാടാ. ഓ, എന്തോ നീ ഇന്ന് പോയില്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ, എവിടെ പോവാനാ? ഓ, അത് ഞാൻ മറന്നു. എന്താ എന്തു പറഞ്ഞു? ജോത്സ്യൻ ശരിക്കും എന്താ പറഞ്ഞത്? നീ അത് പറ കേശവൻകുട്ടി. പറഞ്ഞത് പഴയ കാര്യങ്ങൾ തന്നെ. മണ്ണാറശാലി ഉരുളി കമത്തല്, ഗുരുവായൂര് അവതാരം കഥ വഴിപാട്, തലയിൽ തൊട്ടിയും കയറും. ഇതിനൊക്കെ പുറമെ ഇപ്പൊ കിടക്കുന്ന ഒരു യാഗം ഉണ്ടല്ലോ, വേണമെങ്കിൽ 2 ആളും അതിൽ കൂടെ പങ്കുചേർന്നോളാൻ. സൗകര്യപ്പെട്ടാൽ ഒരെണ്ണം ഇവിടെ തന്നെ നടത്തണമെന്നും പറഞ്ഞു. ഒരു യാഗം നടത്തിക്കണമെന്ന് എനിക്കും തോന്നായികയില്ല. യാഗം? എന്റെ അമ്മ, ഇതിനു വേണ്ടത് യോഗമാണ്. എന്റെ വെളിപ്പുറത്തമ്മേ, അവന്റെ മനസ്സിലെ വിഷമം നീ കാണാത്ത എന്താ?